ഹായ്, നമുക്കൊരു ചീരത്തോരൻ ഉണ്ടാക്കിയാലോ? ഞാൻ 5 ദിവസം മുന്നേ ലുലുന്ന് വാങ്ങിയ ചീരയാണ്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് ഇന്നും നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. മറന്നുപോയി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, അതാ പറ്റിയത്. അപ്പം ഞാൻ കഴുകിയിട്ട് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ പോയ ശേഷം തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസിലൊരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഒന്ന് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടച്ച് വെക്കണ്ട കേട്ടോ, വെച്ച ഒരു വെള്ളമയം പോലെ ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 മുറി തേങ്ങേൻ്റെയും പകുതി ചിരവിയിട്ട് അതിലേക്കൊരു 3-4 കാന്താരി മുളകോ അല്ലെങ്കിൽ 1-2 പച്ചമുളകോ ഇട്ട് 3 ചെറിയുള്ളി ഇട്ട് ഒന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. ചീര ഇലയെല്ലാം നന്നായിട്ട് വാടി വരുമ്പോൾ ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ചീര ആയതുകൊണ്ട്, ഇലക്കറി ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേവിക്കണ്ട. അപ്പം നമ്മുടെ ചീരത്തോരൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കും ഇല്ലേ ചീരത്തോരനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സാധനം എന്നറിയാം. അപ്പം നിങ്ങളും ഇതേ രീതിയിൽ തന്നെയായിരിക്കും റെസിപ്പി ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. താങ്ക്